നമ്മൾ കഫ്തീരിയയിൽ പോയി കുടിക്കുന്ന കോഫിയുടെ ടേസ്റ്റും ജ്വല്ലറി അതുപോലെ വലിയ ടെക്സ്റ്റൈൽസ് ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ കുടിക്കുന്ന കോഫീൻ്റെ ടേസ്റ്റും രണ്ടും രണ്ടാണല്ലേ. എനിക്ക് പേഴ്സണലി ഒന്നും കൂടി കഫ്തീരിയയിലെ കോഫീനേക്കാളും ഇഷ്ടം ഈ ജ്വല്ലറി വലിയ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന അവർ സെർവ് ചെയ്യുന്ന കോഫിയാണ്. അപ്പം നമുക്ക് അതെങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നത് നോക്കാം. നമ്മൾ വീട്ടിൽ കോഫി തയ്യാറാക്കിയെടുക്കുന്ന മെത്തേഡ് തന്നെയാണ്, പക്ഷേ ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അതുകൂടി ചേർക്കുകയാണെങ്കിൽ പക്ക ആ ടെക്സ്റ്റൈൽ ഷോപ്പിലെ കോഫിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് താമസിയാതെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം കോഫി തയ്യാറാക്കാനായിട്ടുള്ള പാത്രം എടുക്കുക. അതിലേക്ക് ഞാൻ ഒരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എത്ര കോഫിയാണോ തയ്യാറാക്കേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനിയിപ്പോൾ പാൽപ്പൊടി പ്രിഫർ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ പാല് ചേർക്കുക, പാൽപ്പൊടി ചേർക്കണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് പാൽപ്പൊടി ചേർക്കുമ്പോൾ മീഡിയം കട്ടിയിൽ കുടിക്കാൻ ഇഷ്ടമുള്ളവർ ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ എടുത്ത അതേ അളവിൽ ചേർക്കുക. ഇനി ഇതിനേക്കാളും കട്ടിയിലാണ് നിങ്ങൾക്ക് കോഫി വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണും കൂടി എക്സ്ട്രാ ചേർക്കുക. ഇനിയിപ്പോൾ ഇത്രയും വേണ്ടെങ്കിൽ നിങ്ങൾ പാൽപ്പൊടിൻ്റെ എമൗണ്ട് കുറച്ചാൽ മതി. അപ്പോൾ എവരിഡേ, അമൂല്യ അങ്ങനത്തെ ബ്രാൻഡിൻ്റെ പാൽപ്പൊടി എടുക്കുമ്പോൾ ഇതുപോലെ പച്ച വെള്ളത്തിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കട്ടകളില്ലാതെ പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഫ്ലെയിം ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ പീസ് പട്ട ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട്. ഏലക്കയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ തൊലി ഒന്ന് റിമൂവ് ചെയ്തിട്ട്, കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ടില്ല, ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കോഫി പൗഡർ എടുക്കണം. ഞാനിവിടെ നെസ്കഫേൻ്റെ കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇൻസ്റ്റൻറ്റ് കോഫിയാണ്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് അല്ലാത്ത കോഫി പൗഡർ എടുക്കാം. ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1.5 ടീസ്പൂണോളം കോഫി പൗഡറാണ് ചേർക്കുന്നത്. പിന്നെ കോഫി പൗഡർ ചേർക്കുന്നതിന് മുന്നേ ഈ ഏലക്കായൻ്റെയും പിന്നെ നമ്മുടെ പട്ടൻ്റെ ഒക്കെ ഫ്ലേവർ നന്നായിട്ട് ഈ പാലിൽ ഇറങ്ങി വരണം. അപ്പോഴാണ് നമ്മുടെ കോഫി ഒരു സ്പെഷ്യൽ ടേസ്റ്റായി വരിക. അപ്പോൾ നിങ്ങൾക്ക് ഏലക്കൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളത് ചേർക്കേണ്ട, പട്ട മാത്രം ചേർത്താലും മതി. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മുടെ കോഫിക്ക് കിട്ടുക. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണോളം കോഫി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോഫി പൗഡറൊക്കെ നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ അളവൊന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യം 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം അത് കടുപ്പം പോരാ എന്ന് തോന്നിയതിന് ശേഷമാണ് ഞാൻ 1/2 ടീസ്പൂൺ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അധികം ഡാർക്കായിട്ട് കോഫി ചെയ്യേണ്ട, ഒരല്പം ലേറ്റായിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ 1/2 ടീസ്പൂൺ കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക. ഇതിപ്പോൾ ഈ ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഈ 2 ടേബിൾ സ്പൂൺ ഷുഗർ പാകമാണ്. അപ്പോൾ ഷുഗർ ചേർത്തതിന് ശേഷം നമുക്കത് ഓഫ് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ചൂടോടെ തന്നെ ഒരു വിസ്ക് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളൊരു മിനിറ്റ് ഒന്ന് ഇതുപോലെ അങ്ങ് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ബീറ്റ് ചെയ്ത് എടുക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഫോം ക്രിയേറ്റ് ചെയ്യും. നല്ല പതയായിട്ട് ഇങ്ങനെ മുകളിലിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, കഫ്തീരിയെന്നാണെങ്കിലും നമുക്ക് ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന കോഫി ആണെങ്കിലൊക്കെ ഇങ്ങനെ ഒരു പത പോലെയായിട്ട് ഈ ചൂടോടെ തന്നെ ചെയ്യുക. കണ്ടില്ലേ, നല്ല അടിപൊളി കോഫിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കോഫി ലവേഴ്സിന് ഞാൻ നല്ലൊരു റെസിപ്പിയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ കോഫി കുടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു റിഫ്രഷിങ് ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ME മലബാർ എന്നാണ്. അല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തിട്ട് എന്നെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.